ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ കാണാറില്ല. സ്വന്തം സുഖത്തിനുപരി കുടുംബം സന്തോഷിക്കണമെന്ന് കരുതുന്നവരാണ് പ്രവാസികൾ. സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി നമ്മുടെ നാടിനെ കാക്കുന്ന ധീര ജവാന്മാർ, ഒരിക്കലും നമ്മൾ മറക്കരുത് അവരെ. ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടായേക്കാം. അതിനെ സാധാര്യം മറികടക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ സുഖത്തിനേക്കാൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും നാടിൻ്റെ ഉയർച്ചയും ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാകണം. കുടുംബത്തിനെയും നാടിനെയും സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ ഈ ജീവിതം സമർപ്പിക്കുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? നിന്നോടാ ചോദിച്ചത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ, അത് ഇവിടെ കിടന്ന് കളയാനുള്ളതല്ല. ഗൾഫാണ് പോലും, ഗൾഫ് നാട്ടിൽ നിന്നപ്പോൾ എന്തൊക്കെയായാലും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴല്ലേ ഏത് സമയത്താണോ എനിക്ക് ഇവിടെ വരാൻ തോന്നിയത്. ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസാ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ തമാശക്കല്ലേ? എന്താ അതിന്റെ പ്രശ്നം? ഇവിടുത്തെ ജോലി നിനക്ക് ബുദ്ധിമുട്ടാണ്. നാട്ടിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കി തരാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് മാത്രമല്ല ഇവിടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളത്. ഇവിടെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെതായ കഷ്ടപ്പാട്. ഇതിന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്. എങ്ങനെയാണ് ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത് മനസ്സിലാക്കാം. നിനക്ക് എന്താ ഇവിടെ ഒരു കുഴപ്പം? നല്ല ഭക്ഷണം, നല്ല റൂം, നല്ല താമസം, നല്ല അന്തരീക്ഷം, പോരെ? എന്താടാ, എന്ത് പറ്റി? ഇവന് നാട്ടിൽ പോകണം, പണി ബുദ്ധിമുട്ടാണ്. ശരിയാ, നാട്ടിലാകുമ്പം ആഹാരം വെച്ച് തരാനും തുണി ഇളക്കി തരാനും കൈ കാശില്ലെങ്കിൽ കടം വാങ്ങാൻ ആളുണ്ടല്ലോ. അത് ഇവിടെ ഇല്ലല്ലോ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് വേണ്ടി. നാട്ടിലാണെങ്കിലും എനിക്ക് ജീവിക്കാം. അതിനിവിടെ മരിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല. നീ പറഞ്ഞു നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ അതിർത്തി കാക്കുന്നവരോ? പട്ടാളക്കാരെ എന്ത് തോന്നുന്നു അവരെ കുറിച്ച് നിനക്ക്? അവർക്ക് വേണ്ടിയല്ല.
നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി കൊടും തണുപ്പിലും ശത്രുവിനെ നേരിടാൻ ഉറക്കമുളച്ചിരിക്കുന്നവരാണ് പട്ടാളക്കാർ. അവർക്കുണ്ടാ ജീവിതം, കുടുംബം. ഇതൊന്നും വേണ്ടാന്ന് വെച്ച് സ്വന്തം ജീവൻ നൽകാന്ന് കഴിഞ്ഞാൽ അവരെ നീ നോക്ക്. അവർ കൊടുക്കണ്ട സല്യൂട്ട്. എന്നിട്ട് നീ പറ, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. നമ്മൾ ഇതുപോലൊക്കെ കഷ്ടപ്പെട്ടാലേ നമ്മുടെ കുടുംബം രക്ഷിക്കും. കുടുംബം സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. അതുപോലെ നമ്മുടെ നാടിനെയും ജനങ്ങളെയും. എല്ലാവർക്കും സ്വന്തം സുഖമാണ് വലുത്. സുഖം വേണമെങ്കിൽ പണം വേണം. പണത്തിന് വേണ്ടി സ്വന്തം നാടിനെ നശിപ്പിക്കുന്നവരായി എന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സമ്പത്തും നശിപ്പിക്കുന്നവരിൽ നിന്നാണ് നമ്മൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത്. സ്വന്തം അമ്മയെയും പെങ്ങളെയും മകളെ പോലും തിരിച്ചറിയാത്ത കഴിവുമാരുടെ ചിറകുകളാണ് വെട്ടിമാറ്റുന്നത്. ഹലോ, പറഞ്ഞു ഇങ്ങോട്ടാ. ഞാൻ നാട്ടിലെ അവസ്ഥ ഓർത്തിട്ട് എല്ലാം കൂടെ മനസ്സിൽ കിടക്കുന്ന വിട്ട് നാളെ കുറേ സൂര്യന. അല്ലടാ, നീ പറഞ്ഞാ ശരി. നമ്മൾ നമ്മളെ കുറിച്ചല്ല, നമ്മുടെ നാടിനെ, നമ്മുടെ വീടിനെ കുറിച്ചാണ് നോക്കേണ്ടത്. എല്ലാ പ്രവാസികളും അത് തന്നെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഇനി മുതൽ ഞാൻ